അടുക്കളയിൽ കുറേ നേരമായിട്ടാ ഒരേ ബഹളം. പാത്രത്തിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് നല്ല തലവേദന ആയതുകൊണ്ട് തന്നെ ഞാൻ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയായിരുന്നു ഇക്ക പാത്രങ്ങളൊക്കെ എന്തെങ്കിലും കഴുകി വെക്കുന്നുണ്ടാവുമെന്ന്. പക്ഷേ ഇത്രയും നീറ്റാക്കി തരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. മൊത്തം ഒരു പാത്രവും ഇല്ലാതെ മൂപ്പര് എല്ലാം കഴുകി തന്നിട്ടുണ്ടായിരുന്നു ട്ടോ. അടുക്കള തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തേക്കുള്ള ചോറ് വെക്കാനുള്ള കുക്കർ മാത്രം അടുക്കളയിൽ വെച്ചിട്ട് അതുപോലെ തന്നെ പാല് വാങ്ങാനുള്ള പാത്രവും വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം വർക്ക് ഏരിയയിൽ കൊണ്ടുവച്ച് കിച്ചൺ നല്ലോണം ക്ലീൻ ആക്കി തരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ കണ്ടപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണിച്ചാണ്. ഇക്ക ഇതുപോലെയൊക്കെ എന്നെ സഹായിക്കാറുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഇതേ കിച്ചൺ നല്ല വൃത്തിയായത് കൊണ്ട് തന്നെ കാലത്ത് എണീക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ തിട്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ ആകെ പണി ചെയ്യാനുള്ള മൂഡ് കാലത്ത് തന്നെ പോകും കേട്ടോ. അപ്പോൾ ഇതേ ആൾ വേഗം പാല് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ പാല് വാങ്ങിയിട്ട് വരുമ്പോഴേക്കും ഞാൻ ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഉച്ചത്തേക്കുള്ള പരിപ്പ് കറിക്കുള്ള പരിപ്പും വേവിച്ച് വെച്ചു കേട്ടോ. രണ്ടും കുക്കറിൽ വെച്ചുകൊണ്ട് തന്നെ വരുമ്പോഴേക്കും അതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നതും ദേ പാലൊക്കെ കാച്ചി വെച്ചു, ചായ വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം നൂലിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. തലേദിവസത്തെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് തന്നെ അത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് മാവ് ഇതുപോലെ പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വാട്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് വേഗം എന്തൊക്കെ കുഴച്ചെടുത്ത് തരുന്നുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തതിൻ്റെ ബാക്കി തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ ടിപ്സും ആയിട്ടുള്ള വീഡിയോസ് ഞാൻ 2 ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അതുകൂടി ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ പീച്ചിയും തരുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങ നമുക്ക് ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പുട്ടിന് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആരും തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി തേങ്ങ കളയരുത് കേട്ടോ. അപ്പോൾ ഇതേ നൂലിപ്പുട്ടൊക്കെ വേഗം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നെടുത്ത് അങ്ങനെ എടുക്കാമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ചിട്ട് അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ ബാക്കി കുറച്ച് മാവ് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും ഇനി അട ഉണ്ടാക്കാമെന്നൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. എന്നോ നാളെയായിട്ട് ഉണ്ടാക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2-3 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോ തവണയായിട്ട് കേട് വന്നു. ഇപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് തന്നെ വേഗം കേട് വന്ന് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം കുറച്ച് കേട് വന്നിട്ടുണ്ടായിരുന്നു, ബാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് ഇന്ന് പരിപ്പ് കറി വെക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ വേഗം പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് അതൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് വേവിക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല, എന്താണ് അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് താളിക്കും കേട്ടോ. വെളുത്തുള്ളിയും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് പിന്നെ വൈകുന്നേരം ഇന്ന് കപ്പയാണ് കേട്ടോ. കപ്പ എന്തായാലും 4 മണിക്ക് കഴിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അതിന് ചമ്മന്തി അരയ്ക്കാനായിട്ട് ചെറിയുള്ളി തിരഞ്ഞപ്പോൾ ചെറിയുള്ളി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ സവോള ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചെറുള്ളിൻ്റെ അത്രയും വന്നില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരി ഇല്ലേ, അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ചതച്ചെടുത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയില്ല, നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ കഴിക്കാൻ.